കേരള സർവകലാശാലയിൽ സർക്കാരിന്റെ അനുനയ നീക്കം തുടർച്ചയായി തള്ളിയ വി.സി. മോഹനൻ കുന്നുമ്മൽ അധികാരം ഉറപ്പാക്കാനുള്ള നീക്കം ശക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും കെ.എസ്. അനിൽകുമാറിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വി.സി. ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തി മോഹൻ കുന്നുമ്മലിനെ എസ്.എഫ്.ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. സർവകലാശാല പ്രതിസന്ധിയിൽ വീണ്ടും സമവായ ശ്രമവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വി.സി. മോഹനൻ കുന്നുമ്മലുമായി ഫോണിൽ ബന്ധപ്പെട്ടു. പക്ഷേ നീക്കം വി.സി. തള്ളി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ല എന്ന നിലപാടിൽ തുടരുകയാണ് വി.സി. സർവകലാശാലയിലെത്തിയ വി.സി. ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ ദിവസം കെ.എസ്. അനിൽകുമാർ അയച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടിലേക്കുള്ള ഫയൽ വി.സി. തിരിച്ചയച്ചിരുന്നു. എന്നാൽ ഇന്ന് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നൽകിയ അപേക്ഷ അംഗീകരിച്ച് ഫണ്ട് വി.സി. പാസാക്കുകയും ചെയ്തു. ഇന്ന് തന്നെ യൂണിയൻ ഫണ്ടിനുള്ള തുക കൈമാറാനും വി.സി. ഫിനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വി.സിയുടെ നിർദ്ദേശം ലംഘിച്ച് അനിൽകുമാറിന് ഫയലുകൾ നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് മോഹനൻ കുന്നുമ്മൽ. ഇതോടെയാണ് എസ്.എഫ്.ഐയും സമരം ഘടിപ്പിച്ചത്. ഓഫീസിൽ നിന്നും മടങ്ങിയ വൈസ് ചാൻസലറെ എസ്.എഫ്.ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു. ്24 തിരുവനന്തപുരം.